അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയുടെ ഇൻട്രോ മാറിയിട്ടുണ്ട്. സാധാരണ ഇവരെയാണ് ഇൻട്രോ തരുന്നത്, ഇന്നിപ്പോൾ ഞാനാണ് ഒരു ഇൻട്രോ തരുന്നത്. അപ്പോൾ സൈക്കോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ മീനുണ്ട്, ചാനലിന്റെ ഓണർ ഇവിടെ ഇരിപ്പുണ്ട്. ആളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ റാന്നിയിലേക്ക് പോവാണേ. അപ്പം വൈച്ചേട്ടനും പിന്നെ ചേച്ചിയും മോളും കൂടെ ഭൂമിക്ക് വന്നു പെട്ടെന്ന് നിങ്ങൾ കണ്ടുമുട്ടിയതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, നേരെ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റ് റെഡി ആകുമ്പോൾ ശരിക്കും സമയം കിട്ടിയില്ല. ഇതിപ്പോൾ സൈക്കോ ഫിക്ഷൻ്റെ വീഡിയോയുടെ ഇൻട്രോ ഞാനാണ് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കോന്നിയിൽ നിന്ന് റാന്നി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മളിപ്പോൾ കുമ്പഴ ആയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് ചെല്ലും. അപ്പൊ മീനൂട്ടി, നമ്മൾ എവിടെ പോകുന്നെല്ലാം പറഞ്ഞായിരുന്നോ? മീനൊക്കെ ചുള്ളനായല്ലോ ചൂടങ്ങ്. പിന്നെ ഭയങ്കര യൂട്യൂബിനകത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്നതാണ്. നിങ്ങള് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. പുള്ളിയൊക്കെ ചുള്ളനായപ്പോഴത്തേക്ക് ചേച്ചിയൊന്നും വേണ്ടതല്ല. അപ്പോൾ നമ്മളത് കുമ്പട ജംഗ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നതാണ് പത്തനംതിട്ട, റൈറ്റ് സൈഡ് നമ്മുടെ മലയാലപ്പുഴ ക്ഷേത്രമൊക്കെ പോകുന്ന റൂട്ടാണ്. നമുക്ക് നേരെ റാന്നി റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഈ റാന്നി റൂട്ട് തന്നെയാണ് ശബരിമലയ്ക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ അതുകൊണ്ട് റാന്നി റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ശബരിമല ബോർഡ് മാത്രം നോക്കിയങ്ങ് പോയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. ഇവിടെ ജില്ല റാന്നി ഭാഗത്തേക്ക് പോവുകയാണ്. ചേട്ടാ, പുതിയ യാത്ര എങ്ങോട്ടാണ്? ഈ യാത്രയാണ്. പുതിയ യാത്രയെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചല്ലേ മീനൂട്ടിയൊക്കെ ഉണ്ട്. ഇതിപ്പോ ഓൾ ഇന്ത്യ കണക്ക് ആയത്. ഇപ്പൊ യാത്രകളൊക്കെ കുറവാണ്. ഇപ്പൊ മൊത്തം വീട്ടിലെ ഫുഡ് ഏർപ്പാടും പാചകവും കാര്യങ്ങളൊക്കെ. ഞാൻ രാത്രി ഫുഡ് അടിക്കാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഫുഡിന്റെ വീഡിയോ ചെയ്യുന്നത്. രാത്രി 11:30 ആവാതെ ഞാനുണ്ടല്ലോ മിക്കവാറും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 11-11:30 ആ റൂമിൽ വരുമ്പോൾ നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോൾ നൈസായിട്ട് ഒരു വീഡിയോ ഒക്കെ ഓൺ ആക്കി ഇടുവേ. അപ്പൊ മൊത്തം ഫുഡിന്റെ പരിപാടിയാണ്. എപ്പോ നമ്മളവിടെ ഇരുന്ന് അറിഞ്ഞ് കഴിക്കുന്നത് നല്ല ചൂട് കാച്ചില് കപ്പയ് ഇതൊക്കെ കാണിച്ചോണ്ടെങ്കിൽ ഇരിക്കുവോ? എന്താലോചിച്ച് നമ്മുടെ അവസ്ഥ. നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ കൊള്ളാം സൂപ്പറിന്റെ അടിച്ചിട്ട് വരും വിശന്നിരിക്കുമ്പോൾ. അമ്മാതിരി അവസ്ഥയാണ്. നമ്മളെവിടെ പോയാലും നമ്മളെ വീഡിയോയിൽ ഒരു ചായ ആണല്ലേ. ചായ എവിടെയെങ്കിലും നിർത്തി മീനുട്ടിക്ക് ചായ മേടിച്ചു കൊടുക്കും. ചായ മേടിച്ചു കൊടുത്തിട്ട് ആദ്യം കട്ട്ലറ്റ് വേണമെന്ന് പറയും, പിന്നെ സമോസ വേണമെന്ന് പറയും. അല്ലേ മീനുട്ടി? ഉഴുന്നോടെ വാഴക്കപ്പം അത് വിട്ടുള്ള ഒരു കളിക്കില്ല. നമ്മളിപ്പോൾ മൈലപ്ര എന്ന് പറയുന്ന സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നത് പത്തനംതിട്ട ടൗണിലേക്കും നേരെ പോകുന്നത് ശബരിമല റൂട്ടാണ്. അപ്പോൾ ഇവിടെ വലത് സൈഡിലായിട്ട് ഒരു പള്ളിയുണ്ട്. 2 പള്ളികളുണ്ട്. ഈ ഒരു പള്ളി ഞങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു പള്ളി കാത്തലിക് ചർച്ചാണ്. ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു പള്ളിയും കൂടെ ഉണ്ട്. ആ പള്ളി വളരെയേറെ തീർത്ഥാടകർ ശബരിമല സീസണൊക്കെ ആയിരിക്കും. ശബരിമല തീർത്ഥാടന കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് തീർത്ഥാടകരൊക്കെ എത്തുന്ന അല്ലെങ്കിൽ തന്നെ ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന ഒരു വലിയ പള്ളിയാണ് ഈ പറയുന്ന മൈലപ്ര. ഈ ഒരു വലിയ പള്ളി ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. വിഷ്വല് നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ. മൈലപ്ര വലിയ പള്ളി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ റാന്നിക്ക് പോവാണ്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു പ്ലാൻ ഇല്ലാത്ത ഒരു യാത്രയായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന നമ്മൾ വീഡിയോ അവിടെ ചെന്ന് കാണിച്ചു തരാം. അവിടെ ആരൊക്കെ വന്നെന്നോ ആരൊക്കെ വരുമെന്നോ ഒരു പിടുത്തവും ഇല്ല. ഉറങ്ങിയെന്ന് തോന്നുന്നു. മീനോട്ടി ഉറങ്ങിയോടി? അല്ലേ എവിടെ ഉറങ്ങാം. അടുത്ത കട ഏതുണ്ടെന്ന് നോക്കുക ആള് കേട്ടോ. ചായക്കടയാണോ മീനോട്ടി നോക്കണത്? പിന്നെ എന്തിനാണ് നോക്കണത്? ബൂസ്റ്റാണോ അവിടെ? ബൂസ്റ്റ് കിടക്കും. നമ്മളിപ്പോൾ മണ്ണാറക്കുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം കുമ്പഴത്തിൽ നിന്നുള്ള ഒരു റൈറ്റ് കണ്ടായിരുന്നു മലയാലപ്പുഴ ക്ഷേത്രത്തിലേക്കൊക്കെ. ആ റോഡ് കയറുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്കിനി നേരെ മുന്നോട്ടാണ് പോകേണ്ടത്. വിഷ്ണു
കട എവിടെയായിരുന്നു വിഷ്ണുവിൻ്റെ? വിഷ്ണുവിന്റെ അല്ല, വിഷ്ണു ഒരിക്കൽ മലയാളപ്പുഴ ഈ എവിടുത്തെ പൊങ്കാല എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മലയാളപ്പുഴ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. ക്ഷേത്രത്തില് ബക്കറ്റിൽ കറ്റി കൊടുക്കാൻ വേണ്ടി ഓട്ടം വരുമായിരുന്നു അതോ? ഓട്ടം വരും. ഓട്ടം വന്ന സമയത്ത് അപ്പം നമ്മൾ കുമ്പളാമ്പൊയ്ക്ക് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് റാന്നി റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. റാന്നി എന്ന് പറഞ്ഞ ക്യാബ് ബ്ലോക്സ്, ശ്രീനി എന്ന് പറഞ്ഞ കോന്നി, ചുള്ളിവാരിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാണ്. ഇപ്പൊ തൊളിക്കോടായി, തൊളിക്കോട് സ്ഥലങ്ങൾ ഓരോ സമയം മാറി മാറി വരും. ഇരിക്കണ് മറ്റേ ഇൻട്രോ ഒക്കെ പറഞ്ഞ് തകർക്കുന്നത് ഇന്നിപ്പോ അനക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ ഫാമിലി അല്ലേ, അവൻ നിനക്ക് ഇന്ന് കുഴപ്പമൊന്നുമില്ല. കാണാത്ത സ്ഥലമല്ലേ ഇതേക്ക്, നമ്മുടെ ഹരിചേട്ടന്റെ നാട് ഉദിമൂട്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ ഇങ്ങനെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് വയനാട്ടിൽ. അത് നല്ല ഡയലോഗ് അല്ലേ? വീട് പോയതാ. നമ്മളങ്ങനെ എപ്പോഴും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. എന്തിനാണ് കറക്കം? പാറയെ കൊണ്ടു പാറയുടെ മൊത്തം കയറിയത്. പാറ നമ്മുടെ വീടിന് കൂടെ ഒരു പാറയുണ്ട്, അവിടെ പോയാൽ മതിയോ? നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി വെച്ചിരുന്നു. ആണോ? പക്ഷെ അവിടെ എത്ര 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 സ്റ്റെപ്പ് ഉണ്ടടി? 840 സ്റ്റെപ്പ്. ഇവർക്ക് സ്റ്റെപ്പ് കയറി കിട്ടും. ജഡായി പറയണോ? അതവിടുത്തെ ഞാൻ ഹാപ്പി ലാൻഡിൽ പോവാം. ടീമോടെ ഒന്നിക്കുമ്പോഴാണ് ചാർജ് ആവണേ. അതെ അതെ. എന്നെ എവിടെ നിന്നാണ് അവൻ കൊണ്ടുപോയത്? ഞാൻ വിഷ്ണു ഇവിടെ വന്നു. ഇത് വിഷ്ണു എടുത്ത വീഡിയോ ആണ് എന്നെ നോക്കിയത്. എന്റെ ഫോട്ടോ എടുത്തു. വിഷ്ണു ക്യാബ് ബ്ലോക്സ് ആണ് നിൽക്കുന്നത്. ഇവിടെ ഇടാൻ ഗ്ലാസ് വേണം കേട്ടോ. ഈ കട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള കടയാണ്. വനജ ടീച്ചർ തയ്യക്കട എന്ന് പറയുന്ന ഒരു കട നമ്മൾ മുൻപ് എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയാണ് കേട്ടോ. നന്ദിയുണ്ട്. കടയിൽ കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെയാണ് ക്രിസ്ത്യൻ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ വനജ ടീച്ചർ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഹരിച്ചേട്ടൻ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ഹരി ഉദിമൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിച്ചേട്ടൻ, വനജ ടീച്ചറുടെ കുട്ടിയായിട്ടുള്ള ഹരിച്ചേട്ടൻ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ബിനു നവോദയ എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ബിനു നവോദയ, പിന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വനജ ടീച്ചറുടെ തയ്യക്കടയുടെ മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മുൻപ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നുകൂടെ വരണം, വിസിറ്റ് ചെയ്യണം. അന്ന് ഞാൻ ബാവച്ചിയും മിനുട്ടിയിലൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോഴത്തേക്ക് ഒരു ദിവസം അവരെ കൂടെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവരെത്തിയിട്ടില്ല, അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ വിളിച്ചു വെച്ചാൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ കടയുടെ മുമ്പേ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റാഫ്, ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് ഇപ്പോൾ കട തുറന്നിട്ട് അകത്തൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വന്നപ്പോൾ. പിന്നെ അകത്ത് നമ്മൾ കയറി അതെല്ലാം തുണിയൊക്കെ നമ്മൾ നോക്കുകയാണ്. വാവച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാവച്ചിക്ക് എടുക്കാം. വാവച്ചി നൈറ്റ് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ നൈറ്റിയുടെ കളക്ഷൻസൊക്കെ കൂടുതലാണ്. അതേപോലെ പിന്നെ ഫുള്ള് ഇവിടെ സ്റ്റിച്ചിങ് ആണ്, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും ചേച്ചി. അപ്പോൾ സ്റ്റിച്ചിങ്ങിനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിനാണ് ചേച്ചി സ്റ്റിച്ചിങ്ങിൻ്റെ ഇതൊക്കെ നോക്കുന്നത്. നമ്മുടെ ബിനിച്ചേട്ടൻ, നവോദയ ബിനിച്ചേട്ടൻ ക്യാമറയ്ക്കായിട്ട് പോസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടനും ഹരിച്ചേട്ടനും സജിത ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്.
ചേട്ടനൊക്കെ അകത്ത് കയറി നമ്മൾ നേരെ വന്നു നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചു. നമ്മുടെ അകത്ത് കൂടെ ഉള്ള ആർട്ടിസ്റ്റുകളാണ്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിക്കും. അവരെല്ലാം ഉണ്ടായിരുന്നു. വാവച്ചിയുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ പേര് സജിത എന്നാണ്, വാവച്ചിയുടെ പേര് സജിത എന്നാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ വാവച്ചിയുടെ കെട്ടിപ്പിടിച്ചാൽ മതി തന്നെ വാവച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മ വന്നായിരുന്നു, അപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ടുണ്ട്, ഒരു അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രദീപ് ചിറ്റാറ്, പിന്നെ ബിനു നവോദയ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ സ്മിതേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ഇവരുടെയൊക്കെ വലങ്കയായിട്ടുള്ളത്. മീനുട്ടി എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹരിച്ചേട്ടൻ. മീനുട്ടിക്ക് ഒരു മുട്ടായിയൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ട് ഹരിച്ചേട്ടൻ ഇങ്ങനെ മീനുട്ടി എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് മീനുട്ടി എടുത്ത് നമ്മുടെ പരിപാടി കാണാനൊക്കെ വന്നായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ചേട്ടന് ഭയങ്കര സന്തോഷമായി. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇന്നലെ തലേ ദിവസം അവിടെ കരിക്കകത്ത് ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, അന്ന് ചേട്ടൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ രണ്ട് സജിതയും, അതായത് സജിത ചേച്ചിയും സജിതയും കൂടെ ഇരുന്നുള്ള സംസാരമായി കേട്ടോ. പിന്നെ അവരുടേതായ കുറേ സമയങ്ങൾ അവർ പോയി കുറേ കാര്യങ്ങളൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. കുറേ നേരം നമ്മുടെ ആ നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ചേച്ചിക്കും ചേട്ടനും നന്ദി അല്ലേ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളിവിടെ നിന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അവരെല്ലാവരും അവരുടെ അപ്പുറത്തൊരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഉണ്ട്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോടെ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ്.